നമസ്കാരം. എല്ലാവർക്കും സുഖമല്ലേ? എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്നലെ ബിഗ് ബോസിന് റിവ്യൂ ഇടാൻ പറ്റിയില്ല കേട്ടോ. കുറച്ച് മഴ, ഭയങ്കര ഹെവി റെയിൻ ആയിരുന്നു, കേബിളൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ടാണ്. പിന്നെ നെറ്റും കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഫാമിലി റൗണ്ട് എങ്ങനെ അടിപൊളിയായി പോകുന്നുല്ലേ. ഫസ്റ്റ് നമ്മുടെ അർജുൻ ശ്രീതു പാരൻസ് വന്നിട്ട്, ശ്രീതുവിൻ്റെ പാരൻസ് അങ്ങനെ അധികം ആരെയും മൈൻഡ് ചെയ്തില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അല്ലേ. പക്ഷേ ഏതൊരമ്മയും ചെയ്യുന്നതേ നമ്മളും ചെയ്യത്തുള്ളൂ. ആ ശ്രീതുവിൻ്റെ അമ്മയും ചെയ്തിട്ടുള്ളൂ. കാരണം ഒരു ബിഗ് ബോസ് ഷോയ്ക്കകത്ത് പോയി കഴിഞ്ഞാൽ ഇൻഡിവിജ്വലായിട്ടൊന്ന് കളിക്കുക തന്നെയാണ്. അല്ലെങ്കിൽ റിയലായി പ്രണയമായിരിക്കണം. ശരിക്കും പറഞ്ഞാൽ പുറത്തിറങ്ങി കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് പെൺകുട്ടികളായാലും ചെക്കനായാലും പുറത്തിറങ്ങി പിന്നെ ഒരു ജീവിതം കിടപ്പുണ്ട്. അതാണ് ഏറ്റവും വലുത്. സോ അതും നമ്മൾ നോക്കി ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ശ്രീധുവിൻ്റെ അമ്മ പറഞ്ഞതിനോട് ഞാൻ പൂർണ്ണമായി യോജിക്കുന്നു. രാത്രിയാകുമ്പോൾ ലൈറ്റ് ഓഫാക്കിയിട്ട് കിടന്നുറങ്ങാൻ പറ്റുമ്പോൾ കിടന്നുറങ്ങിക്കോളുക, വേറെ ഒന്നും വേണ്ട, ആവശ്യമില്ലാത്ത ടോക്ക് വേണ്ട എന്നൊക്കെ പറഞ്ഞതിനോട് ഞാൻ പൂർണ്ണമായി യോജിക്കുന്നു. പിന്നെ ഇന്ന് നമ്മുടെ ജിൻഡോയുടെ ഫാമിലി വന്നിട്ടുണ്ട്, നന്ദനയുടെ ഫാമിലി വന്നിട്ടുണ്ട്. ജിൻഡോയുടെ പപ്പയും മമ്മിയും നല്ലതായിരുന്നു അല്ലേ വന്നത്. ആ കൺസൾട്ട് റൂമിൽ വന്നതും ഒക്കെ എത്രത്തോളം നമുക്ക് ഫാമിലി റൗണ്ട് എത്രത്തോളം സന്തോഷമാക്കുന്നുണ്ടോ അത്രത്തോളം ഒരു വേദനയും നമുക്കവിടെ ബിഗ് ബോസിൽ കാണാൻ കഴിയുന്നുണ്ട്. എന്തായിരിക്കും ആ വേദന? ഓരോരുത്തരുടെ അമ്മമാർ വന്ന് ഓരോ കണ്ടസ്റ്റൻസും അത്രയും ഹാപ്പി ആകുമ്പോൾ അവിടെ സന്തോഷമില്ലാതെ ഒരാൾ അവിടെ നമുക്ക് കാണാൻ കഴിയും. ആരായിരിക്കും? അഭിഷേക് അല്ലേ. അഭിഷേകിനെ പറ്റി പറയുവാണെങ്കിൽ ഏറ്റവും ഒരൊറ്റ എപ്പിസോഡ്, അതായത് ആ മദേഴ്സ് ഡേക്ക് ആ അമ്മയ്ക്ക് ലെറ്റർ എഴുതുന്ന ഒരൊറ്റ എപ്പിസോഡ് കൊണ്ടാണ് ജനഹൃദയങ്ങളിലേക്ക് കയറി കൊടുത്തത്. വളരെ മിടുക്കനാണ്, നല്ല മിടുക്കനാണ്. ആവശ്യമില്ലാതെ ഒന്നിലും ഇടപെടാത്തൊരു നല്ല മിടുക്കനാണ്. അതിലുപരി മിടുക്കനെന്ന് പറയുന്നതിലുപരി നമ്മൾ ഒരുപക്ഷെ മോഹൻലാൽ യെല്ലോ കാർഡ് കൊടുത്തില്ലായിരുന്നെങ്കിൽ ഇന്ന് ഒരുപക്ഷെ ജിൻഡോയ്ക്ക് ഈക്വലായിട്ട് വരുമായിരുന്നു. കാരണം അത്രത്തോളം ഗെയിം സ്പിരിറ്റുള്ളൊരു മനുഷ്യനാണ് അഭിഷേക് അല്ലേ. യെല്ലോ കാർഡ് കൊടുത്തത് കൊണ്ട് തന്നെ ഒരു ഷോയിലും ഒന്നിലും വരാൻ പറ്റാണ്ടായി. പക്ഷേ നോമിനേഷനിൽ വന്ന് അത്രയും ഹൈ ആയിട്ട് ഉയർന്നു വരുന്നുണ്ട്. ഇന്ന് നമ്മുടെ ജാസ്മിനെ പോലും പിന്തള്ളി 2ാം സ്ഥാനത്ത് അഭിഷേകാണ്. ഇന്നത്തെ വോട്ടിംഗ് നോക്കിക്കഴിഞ്ഞാൽ ഇന്നലെ വരെ ഫസ്റ്റ് ജിൻഡോയും സെക്കൻഡ് ജാസ്മിൻ, 4th ആയിരുന്നു അഭിഷേക്. കറക്റ്റ് ഈ കഴിഞ്ഞ മദേഴ്സ് ഡേയോടെ 2nd പൊസിഷനിലേക്ക് വന്നിട്ടുണ്ട് അഭിഷേക്. എല്ലാം മറ്റു മത്സരാർത്ഥികളൊക്കെ പിന്തള്ളി 2nd പൊസിഷനിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ മനസ്സ് തന്നെയാണ്. ആ ഒരു സോപ്പ് ടാസ്ക് കണ്ടിട്ടുണ്ടായിരുന്നു, അതിൽ കൂടെ എന്ത് ബെസ്റ്റായിട്ടാണ് പെർഫോം ചെയ്യുന്നത്. പക്ഷേ അവിടെ സിജോയും കള്ളത്തരം കാണിച്ചു. ഗെയിമിൽ അതൊക്കെ ആവുമായിരിക്കും, ബട്ട് കള്ളത്തരം കാണിച്ചാണ് ജയിച്ചത്. കറക്റ്റ് ജെന്യൂനായി കളിച്ച് അത്രയും പോയിന്റ് കിട്ടും നമ്മുടെ അഭിഷേകിന് തന്നെയാണ് അല്ലേ. എല്ലാ ഗെയിമും അഭിഷേക് ബെസ്റ്റ് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് അദ്ദേഹം വളരെ മനോഹരമായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാ സന്തോഷങ്ങളിലും അവിടെ ഒരു മകൻ ഇനി എന്തൊക്കെ പറഞ്ഞാലും അഭിഷേകിൻ്റെ ഫ്രണ്ട്സ് ആയാലും ആരെങ്കിലുമൊക്കെ വരുമായിരിക്കും അല്ലേ, വരാതിരിക്കില്ലല്ലോ. അമ്മയുടെ ചേച്ചിയോ ഒക്കെ വരുമായിരിക്കും. പക്ഷേ ആ അമ്മ എന്ന് പറഞ്ഞ ഒരാൾ ഒരിക്കലും വരില്ല. ദൈവം നമുക്ക് മരിച്ചവരെ ജീവിപ്പിക്കാനുള്ള കഴിവുണ്ടായിരുന്നെങ്കിൽ, ഞാൻ അങ്ങനെ പറയാൻ പാടില്ല, എനിക്കങ്ങനെ ഒരു കഴിവുണ്ടായിരുന്നു, ഞാൻ തീർച്ചയായിട്ടും ചെയ്യുമായിരുന്നു. അഭിഷേകിൻ്റെ അമ്മയെ ജീവനോട് കൊണ്ടുവന്ന് ഞാൻ ബിഗ് ബോസിൽ കൊണ്ടുവരുമായിരുന്നു. അതുപോലെ തന്നെ എല്ലാ വരുന്ന അമ്മമാർക്കൊന്ന് അഭിഷേകിനെ ചേർത്ത് പിടിക്കായിരുന്നു, ഒരു ഉമ്മ കൊടുക്കായിരുന്നു എന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. നിങ്ങളുടെ കാഴ്ചപ്പാട് പറയാൻ മറക്കണ്ട. ജിൻഡോ കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടം അഭിഷേകാണ്. ഏകദേശം ഈക്വൽ തന്നെയാണ്. ജിൻഡോന് എത്രത്തോളം ഇഷ്ടമുണ്ടോ അത്രത്തോളം എനിക്ക് അഭിഷേകിനെ ഭയങ്കര ഇഷ്ടമാണ്. എന്ത് തന്നെയായാലും നമുക്ക് കാണാം, അഭിഷേക് ടോപ്പ് 5 ഉറപ്പായിട്ടും വരും. താങ്ക്